വാരണാസിയിൽ വന്നിറങ്ങിയ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. രാവിലെ 4 മണിയോടുകൂടിയാണ് നമ്മൾ വാരണാസിയിലെത്തിയത്. എത്തിയ പാടെ ഞങ്ങളൊരു ചായയും കുടിച്ച് ഒരു റൂം സെറ്റാക്കി. 1500 രൂപയാണ് 4 പേർക്കും കൂടെ റൂമിനായത്. ചെറിയൊരു ഉറക്കം ഉറങ്ങി രാവിലെ കാപ്പി കുടിക്കാനായിട്ട് സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. മസാല ദോശയാണ് പറഞ്ഞത്. ഒരു മസാല ദോശയ്ക്ക് 90 രൂപ. ഫുഡ് കഴിച്ചോടെ ഞങ്ങൾ നേരെ പോയത് മണികർണിക ഘാട്ടിലോട്ടാണ്. വാരണാസിയിലെ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന ശ്മശാനമാണ് മണികർണിക ഘാട്ട്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഇവിടെ സംസ്കരിക്കപ്പെടുന്ന ആത്മാവിന് പുനർജന്മത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇവിടെ ചിതയിലെ അഗ്നി ഒരിക്കലും കെട്ടടങ്ങില്ല. പാർവതി ദേവിയുടെ കമ്മൽ വീണ സ്ഥലമാണ് മണികർണിക എന്നറിയപ്പെടുന്നത്. മരണത്തെയും ജീവിതത്തെയും അടുത്തറിയാൻ കഴിയുന്ന ഭക്തിസാന്ദ്രമായ ഒരു സ്ഥലമാണിത്. വാരണാസിയിൽ വന്നാൽ പിന്നെ ബാങ്ക് അടിക്കാതെ ഒരു സമാധാനം ഇല്ല. വാരണാസിയിലെ പ്രശസ്തമായ പാനീയമാണ് ബാങ്ക്. കഞ്ചാവിന്റെ ഇലകളും പൂക്കളും അരച്ചുണ്ടാക്കുന്ന ഈ പാനീയം അവിടുത്തെ സാംസ്കാരികവും ആത്മീയവുമായ ആചാരങ്ങളുടെ ഭാഗമാണ്. ബാങ്ക് സാധാരണയായി തണ്ടായി അല്ലെങ്കിൽ ലസ്സിയിൽ ചേർത്താണ് നൽകുന്നത്. ഇതിൽ പാല്, പഞ്ചസാര, ബദാം, പിസ്ത, കുരുമുളക്, മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ ചേർക്കും. ബാങ്ക് അടിച്ച ഒരു അരമണിക്കൂറിനകത്ത് ഞങ്ങൾ റൂം പിടിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഓൾറെഡി ലോസ്റ്റ് ആയിരുന്നു. ബാങ്ക് കഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക വിശപ്പുണ്ട്. വെളിയിലിറങ്ങാനും പറ്റില്ല, ഫുഡും വേണമെന്നുള്ള അവസ്ഥ. അതുകൊണ്ട് പിന്നെ സൊമാറ്റോയിൽ കയറി നേരെ ഓരോ പിസ്സ ഓർഡർ ചെയ്തു. പിസ്സയും കഴിച്ച് ബാങ്കിന്റെ ട്രിപ്പ് പോകാനായിട്ട് വൈകുന്നേരം വരെ കാത്തിരുന്നു. രാത്രിയായപ്പോൾ പിന്നെ നമ്മൾ നേരെ പോയത് മുസ്ലിങ്ങളുടെ ഏരിയയിലോട്ടാണ്. ഭായിമാർ അവിടെ പോയി നല്ല ഉഗ്രൻ നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചു. 100 രൂപയാണ് ഒരു ബിരിയാണിയുടെ വില. ഇതാണ് ഹോട്ടല്. എല്ലാവരും വന്ന് കഴിക്കുക. നല്ല ഉഗ്രൻ ഫുഡാണ്. 100 രൂപയേ ഉള്ളൂ. ഇനി ഈ ഹോട്ടലാണ് ഞങ്ങൾ താമസിക്കാൻ വേണ്ടി പോകുന്നത്. 4 പേർക്കും കൂടെ 800 രൂപയേ ഉള്ളൂ. നമ്മളിവിടെ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തു. എന്നിട്ട് നേരെ ഒരു ബേക്കറി പോയി കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ച് അടുത്ത റൂമിലോട്ട് പോയി റെസ്റ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായി നാളെ കാണാം.